Good afternoon to all. Yeah. Unmuted. I can speak now. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Yeah, good afternoon. How are you all? Second session. Sugano. Fine. Yeah. Fine. Okay, very good. Okay, good afternoon. Devapriya. ക്ലാസ് കേട്ടിരുന്ന് പോരടിച്ചിരിക്കുകയാണോ? നീ ടയേർഡ് ആയോ? ഉറക്കം വരുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. ചെറുതായിട്ട് കുറച്ചെങ്കിലും. ചെറുതായിട്ട്. മിസ് ഇങ്ങനെ സത്യങ്ങളൊക്കെ വിളിച്ച് പറയല്ലേ മിസ്സേ എന്നൊക്കെ ആയിരിക്കാം അല്ലേ? ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ട്. അതാണ് സത്യം. നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ പോലും എനിക്ക് അറിയാം. ഞാനും നിങ്ങളെ പോലൊക്കെ തന്നെയല്ലേ അല്ലേ? എത്ര നേരം വെച്ചാൽ ഇങ്ങനെ ക്ലാസ് കേൾക്കാം അല്ലേ? ചുമ്മാ ഞാൻ ക്ലാസ് കേൾക്കുന്നു, എന്ത് മിണ്ടാതെ ക്ലാസ് കേൾക്കുന്നു, ഉറക്കം വരും, ആർക്കാരും വരും, സ്വാഭാവികം മാത്രം, സമ്മതിക്കാം. അപ്പൊ ഇപ്പൊ ഓക്കെ ആണോ? ഇനി ആരും ഉറങ്ങരുത് കേട്ടോ. ഉറക്കം വരില്ലല്ലോ. സംസാരിക്കും, കുറച്ചു നേരം സംസാരിക്കണം. അപ്പൊ ഉറക്കം ഒരു ഉറക്കക്ഷീണമൊക്കെ വേണം മാറും. ചുമ്മാ ഇനി ഉറങ്ങൂല. ഉറങ്ങൂല, ഇനി ഉറക്കില്ല ഞാൻ. ഉറങ്ങുന്നത് ഇനി ഉറക്കില്ലല്ലോ. ഓക്കെ, ഫുൾ ടൈം ഇങ്ങനെ ഇമോജിസ് അയക്കാതെ ഇങ്ങനെ സംസാരിക്കണം എന്തെങ്കിലും കേട്ടോ. ആരോട് പറയാൻ, ആരെ കേൾക്കാൻ അല്ലെ? മിണ്ടുന്നേ ഇല്ല. അനന്തിക്ക് വന്നിരുന്ന് പറയുന്നു, നിങ്ങൾ മിണ്ടില്ല. പഠിക്കാൻ വന്നിരിക്കുകയാണ് അല്ലെ? പഠിക്കണം, പഠിക്കാൻ വേണ്ടിയാണ് ക്ലാസ്സിൽ വരുന്നത്. മിസ് വന്ന് പോഷൻ എടുത്തിട്ട് പൊക്കോളൂ എന്നൊരു മൈൻഡൊക്കെയാണ്. ആണോ? അതെ, ഞല്ലെന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെ. ഒന്നിനും എന്താ റെസ്പോൺസ് ഇല്ലേ? മോശാട്ടോ. റെസ്പോണ്ട് ചെയ്യൂ, അല്ലെങ്കിൽ ഞാൻ മിണ്ടില്ല. ഇനി ഞാനും പറഞ്ഞ ചുമ്മാ വന്ന് ക്ലാസ് എടുക്കാൻ പോകാം. അങ്ങനെ മതി വന്നാല്. എനിക്ക് അങ്ങനെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. മതിയോ? വേണ്ട. മക്കം വരുന്നുണ്ടല്ലോ. ഇല്ല. കഴിച്ചോ? ലഞ്ച് കഴിച്ചോ? എല്ലാവരും സമയത്തിനൊക്കെ ഫുഡ് കഴിച്ചോ? ഫുഡ് കഴിച്ചു. കുറച്ചൊന്ന് ആക്റ്റീവായിട്ടിരിക്കോ? എന്താണിത്? അപ്പൊ നിങ്ങള് കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയായിരുന്നു? ഓപ്പറേഷൻ തിയേറ്റർ. അല്ല, അതല്ല, ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയായിരുന്നു ചോദിച്ചാൽ? ഫ്രണ്ട് ഓഫീസ്. ഫ്രണ്ട് ഓഫീസിൽ ഉറക്കൊന്നും ഇങ്ങനെ മതി, ഇങ്ങോട്ട് പോരെ. അത് കുറച്ച് ഓപ്പറേഷൻ തിയേറ്ററിലാണ്, കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ അവിടെ നിങ്ങോട്ട് പോരും കേട്ടോ. നിങ്ങൾ ഇപ്പൊ എവിടെയാണ്? ഓപ്പറേഷൻ തിയേറ്ററിലാണ്. ഓക്കെ, അപ്പൊ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതിനെ കുറിച്ച് ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ? ക്ലിയർ അല്ലേ? ക്ലിയർ? ക്ലിയർ. ഓക്കെ, ശരി. കണ്ടിന്യൂ കേട്ടോ. So let's continue the portion and listen carefully. Okay. Policy to enter in an outing. അതായത് ചുമ്മാ നമുക്ക് ഓപ്പറേഷൻ തിയേറ്റർ അങ്ങനെ കയറാൻ പറ്റുമോ? എല്ലാവർക്കും കയറാൻ പറ്റും? ഒരിക്കലും അങ്ങനെ തോന്നിയ പോലെ വന്നും പോയി പോകേണ്ട ഒരു സ്ഥലമല്ല ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കുറച്ച് പോളിസീസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ദ ഫസ്റ്റ് വൺ, ഒരു കാര്യം ചോദിക്കട്ടെ, അതിന്റെ മുന്നിൽ ഒരു കാര്യം ചോദിക്കട്ടെ. മോക്ക് ടെസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? എന്റെ മോക്ക് ടെസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? അറ്റൻഡ് ചെയ്തു? ഓക്കെയാണ്, കുഴപ്പമില്ല. ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? എന്തെങ്കിലും ക്ലാസ്സിനെ ബേസ് ചെയ്ത് എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ എന്നോട് നേരിട്ട് പറയാം കേട്ടോ. വിതൗട്ട് എനി ഹെസിറ്റേഷൻ യു ക്യാൻ സേ ടു മീ ഡയറക്ട്ലി. ഓക്കെ, എന്നോട് തന്നെ സംസാരിക്കാൻ മതി കുറിച്ച്. മിസ്സിന്റെ ക്ലാസ് ബോറാണ്, അല്ലെങ്കിൽ മനസ്സിലാവുന്നില്ല, എനിക്ക് അതർ കമന്റ്സ് എനിവേ എന്തെങ്കിലും ആവട്ടെ. ഓക്കെ, അത് എന്നോട് പറയാ, നമുക്കത് സോൾവ് ചെയ്യാം. ഇപ്പൊ മോക്ക് ടെസ്റ്റ് ഓക്കെയാണ്. മോക്ക് ടെസ്റ്റ് എങ്ങനെ അറ്റൻഡ് ചെയ്യണമെന്നോ അറിയില്ല. ക്ലാസ് റൂമിൽ ഉണ്ടാവുമല്ലോ മോക്ക് ടെസ്റ്റ് അല്ലേ? ലിങ്ക് ഉണ്ടാവുമല്ലോ. ആണോ? ഒന്ന് പറഞ്ഞു കൊടുത്ത ആരെങ്കിലും എങ്ങനെയാ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നേ? ക്ലാസ്സിൽ വരാറുണ്ട്. എന്തോ?
കേട്ടില്ല, ഒന്നുകൂടെ പറയൂ. ക്ലാസ് റൂമിൽ വരാറുണ്ടല്ലോ ക്ലാസ് കഴിയുമ്പോൾ തന്നെ. കേട്ടല്ലോ, ക്ലാസ് റൂമിൽ ഉണ്ടാവാറുണ്ട് കേട്ടോ. ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. സോ അങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങൾ തമ്മിൽ വലിയ കണക്ഷൻ ഒന്നും ഇല്ലേ? നിങ്ങൾ അറിയോ ക്ലാസ്മേറ്റ്സിനൊക്കെ? നിങ്ങൾ അറിയോ പരസ്പരം? നല്ല കുട്ടികളാണ് നിങ്ങൾ. ഓക്കെ, വെരി ഗുഡ്. ഇങ്ങനെ വേണം. കൂടെ പഠിക്കുന്നവരെ അറിയില്ല. കൊള്ളാട്ടോ. എന്താണ് നിങ്ങൾ ക്ലാസ്മേറ്റ്സ് അല്ലേ? ആണോ? ശരി, മോശം. ഒന്ന് പരിചയപ്പെടൂ. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾ തമ്മിലൊക്കെ ഒന്ന് കണക്റ്റഡ് ആവണ്ടേ? ഒരു ബോണ്ടിങ് വേണ്ടേ? ഫ്രണ്ട്സ് അല്ലേ നിങ്ങള്? എന്താണ് ഇങ്ങനെ നിങ്ങൾ? പക്ഷേ കഷ്ടമുണ്ട് കേട്ടോ. വേറെ ബാച്ചിലേക്ക് എന്താണെന്നറിയോ, അവര് തമ്മിൽ ഭയങ്കര കണക്ഷനാ. അതായത് അവര് തമ്മില് എന്താണ് ഒരു ബാച്ച് ആണെങ്കിൽ 23, നിങ്ങൾ 25 അല്ലേ? 24 23 ഒരു ബാച്ച് ആണെങ്കിലും അവര് തമ്മിൽ ഭയങ്കര ബോണ്ടിങ് ആണ്. കമ്മ്യൂണിറ്റി സ്റ്റഡി, ഗ്രൂപ്പ് ഡിസ്കഷൻ, ഇതെല്ലാം കാര്യങ്ങളാണ്. ഇതെന്താ നിങ്ങളൊന്നും ഉണ്ടാകത്തെ? ഇങ്ങോട്ടും ഒന്ന് പരിചയപ്പെടും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഞാൻ ചോദിക്കും, എന്നോട് പറയണം. അല്ലെങ്കിൽ നിങ്ങൾ ചുമ്മാ അങ്ങനെ മിസ് ഞങ്ങൾ വരുന്നു, പഠിക്കുന്നു, പോകുന്നു, അങ്ങനെ വേണ്ട കേട്ടോ. ഓക്കെ, നല്ലൊരു പ്ലാറ്റ്ഫോം അല്ലേ ഇത്? മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം, എൻജോയ് ചെയ്യാം കേട്ടോ. ഓക്കെ, ലൈഫ് ഇസ് വെരി ഷോർട്ട്, സോ എൻജോയ് ഈച്ച് ആൻഡ് എവരി സെക്കൻഡ്. ഭയങ്കര ഇമ്പോർട്ടന്റ് കേട്ടോ. ഓക്കെ, സംസാരിച്ച് ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. ലെറ്റ്സ് മൂവിങ് ഓൺ അവർ പോർഷൻ. The first point is the policy. Policy, the first point. Let's state the aim of your visit to our personnel and show your ID. OR Operation Theatre എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ടെക്സ്റ്റിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ചെറിയ ചെറിയ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ടെക്സ്റ്റിലുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ടോ എന്നല്ല, അത് കറക്റ്റഡ് കോപ്പിയാണ്. പക്ഷെ ഞങ്ങൾ സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് കറക്റ്റഡ് കോപ്പി അല്ല. ഓക്കെ, അപ്പൊ അതിന്റെ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകും. അപ്പോ നമ്മള് ഓപ്പറേഷൻ തിയേറ്റർ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഉദ്ദേശം പറയണം, ഉദ്ദേശം ബോധ്യപ്പെടുത്തണം. ദ എയിം ഓഫ് യുവർ വിസിറ്റ്. വിസിറ്റ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം പറയാ. ദെൻ എന്താ ചെയ്യണ്ടേ? പേഴ്സണലിന്റെ ID കാണിക്കണം. അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ഓപ്പറേഷൻ തിയേറ്റർ നിൽക്കുന്ന സ്റ്റാഫിനോട് പറയാ, ഞാൻ എന്തുകൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ വന്നു, അത് വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശം എന്താണെന്ന് അവരോട് പറയാ, സ്റ്റാഫിനോട് പറയാം. പേഴ്സണൽ മീൻസ് സ്റ്റാഫ് എന്നാണ് കേട്ടോ. എംപ്ലോയി ഓർ സ്റ്റാഫ് എന്നാണ് മീനിങ് വരാം. സോ സ്റ്റാഫിനോട് നമ്മൾ പറയണം എന്തിനു നമ്മൾ വന്നു. അതുപോലെ നമ്മൾ ID കാണിക്കുകയും ചെയ്യാം. ഷോ യുവർ ID. And the second point is artificial nails, extenders, and cheap nails polish protect more microorganisms than hands and can possibly stain the sterile areas. Avoid it. Stain alla to. It can be possible in the sterile area, so avoid it എന്നാണ് പറയുന്നത്. ഓക്കെ, ചെറിയ ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്, കറക്റ്റ് ചെയ്യാം. അതായത് ഇത്രയേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മള് ആർട്ടിഫിഷ്യൽ നെയിൽസോ അല്ലെങ്കിൽ നെയിൽ പോളിഷോ ഇട്ടുകൊണ്ട് നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറാൻ പാടില്ല. കാരണം അതില് എന്തുണ്ടാകും? ഈ പറയുന്ന ജേംസ് ഉണ്ടാകും. മൈക്രോ ഓർഗാനിസംസ് ആയാലും ജേംസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് നമ്മൾ അറിയില്ല. മനസ്സിലായോ? നമ്മുടെ കുറച്ചുകൂടെ അറിയാലോ, നെയിലാണ് ഉണ്ടാവാം. അറിയാലോ നിങ്ങൾക്ക്. ഞാൻ നിങ്ങൾക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? സോ അങ്ങനെ ഒരു നെയിൽ ഒരു ആർട്ടിഫിഷ്യൽ നെയിലോ അല്ലെങ്കിൽ നമ്മുടെ എക്സ്റ്റെൻഡ് നമ്മൾ അല്ലാതെ നഖം വളർത്തില്ലേ. സോ അങ്ങനെയോ അല്ലാതെയും എക്സ്റ്റെൻഡ് ചെയ്ത നെയിൽസോ അല്ലെങ്കിൽ പോളിഷോ ഇട്ടുകൊണ്ട് നമ്മൾ ഒരിക്കലും പറയുന്ന ഓടിയിൽ കയറാൻ പാടില്ല. അതിൽ ഈ പറയുന്ന മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാവും. സോ അത് അവിടെ സ്പ്രെഡ് ആകാനും അതുപോലെ തന്നെ അവിടെ എന്താണ് കുറച്ചുകൂടി ആ ഏരിയ കുറച്ചുകൂടി എന്താണ് ഇൻഫെക്റ്റഡ് ആകാനൊക്കെ ചാൻസ് ഉള്ളതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോ അവിടെ കറക്റ്റ് ചെയ്യേണ്ട പോർഷൻ എന്ന് പറയുന്നത് microorganisms than hands, and it can be possible in the sterile area, so avoid it. It can be possible in the sterile area. Okay, our sterilization against it work ചെയ്യാനുള്ള ചാൻസ് ഉണ്ടാകും. സോ അത് അവോയ്ഡ് ചെയ്യാന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താ ചെയ്യാ? നമ്മുടെ ഓട്ടിയിൽ കയറുമ്പോ ഓട്ടിൽ കയറുന്നതിന് മുൻപായിട്ട് നമ്മൾ എന്തെങ്കിലും ഉദ്ദേശം പറയുന്ന സ്റ്റാഫിനോട് ഒന്ന് പറയാ. അതുപോലെ നമ്മൾ ID കാണിക്കുക.
ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ നെയ്റ്റ്സോ അല്ലെങ്കിൽ എക്സ്റ്റേണേഴ്സോ അല്ലെങ്കിൽ ഷുഗറോ ഇരിക്കുന്ന ബോഡിയിൽ നമ്മൾ എൻ്റർ ചെയ്യാൻ പാടില്ല. അത് ഈ പറയുന്ന സ്റ്റെറിലൈസേഷനെ എഗെയിൻസ്റ്റ് അത് വർക്ക് ചെയ്യുന്നു, അതുകൊണ്ട് തന്നെ അത് അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ആൻഡ് തേർഡ് പോയിന്റ് ഈസ് റിമൂവ് ഓൾ ജ്വല്ലറി. ഒരിക്കലും ജ്വല്ലറീസ് ഇടാൻ പാടില്ല. ഓക്കെ. ആൻഡ് പുട്ട് ഓൺ സർജിക്കൽ ക്ലോത്ത്സ്. Surgical clothes must be worn only in the surgical area. ഓക്കെ. അതായത് നമ്മൾ സർജിക്കൽ പറയുന്ന ക്ലോത്ത്സ് ഇട്ടുകൊണ്ടായിരിക്കണം നമ്മള് എന്താണ് ഈ പറയുന്നത് ഓയിൽ കയറേണ്ടതല്ല. നമ്മൾ നോർമൽ ഡ്രസ് ഇട്ട് കയറാൻ പാടില്ല. അതും കുറച്ചുകൂടി ഇൻഫെക്റ്റഡ് ആകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ. Then the surgical clothes must be worn only in the surgical area. Surgical clothes പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം സർജിക്കൽ ക്ലോത്ത്സ് ആ സർജിക്കൽ ഏരിയയിലായിരിക്കണം വെയർ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യണം എന്നാ പറയുന്നത്. ഓക്കെ. അപ്പൊ അതാണ് എന്താ ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത്. Then the fifth one is cover shoes as per agency policy. Also to cover heads, caps are used, surgical mask and also as per policy. നമ്മള് ഈ പറയുന്ന ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സ്റ്റാഫ് ആയിക്കോട്ടെ, അത് ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, എനി കൈൻഡ് ഓഫ് സ്റ്റാഫ്സ് ആയിക്കോട്ടെ, അവർ എന്താ ചെയ്യാം, ഷൂസ് അവർ കവർ ചെയ്യുന്നുണ്ട് അല്ലെ, കവേഴ്സ് വെച്ചിട്ട് അവർ കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്താണ് നമ്മുടെ ഹെഡ് കവർ ചെയ്യുക, ക്യാബ് വെച്ചിട്ടല്ല, ഹെഡ് ക്യാബ് വെച്ച് കവർ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ മാസ്ക് വയ്ക്കുന്നുണ്ട്, ഐ ഷീൽഡ് വയ്ക്കുന്നുണ്ട്. ഇതെല്ലാം പ്രൊട്ടക്ഷൻ ആണ്. ഇൻക്ലൂഡിങ് ഹാൻഡ് ഗ്ലൗസ് അല്ലെ, ഗ്ലൗസ് നമ്മൾ വെയർ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ആ ഒരു പോളിസിയുടെ ഭാഗമാണ് കേട്ടോ. ഇതെല്ലാം നമ്മൾ വെയർ ചെയ്തുകൊണ്ട് മാത്രമായിരിക്കണം ഈ പറയുന്ന ഓഡിയിൽ നമ്മൾ എൻട്രി ചെയ്യാനായിട്ട്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് പോയിന്റ് ഈസ് perform a surgical hand scrub as per agency policy. Surgical hand scrubs reduce bacterial count on hands before applying sterile gloves. അതായത് സർജിക്കൽ ഹാൻഡ് സ്ക്രബ് നമ്മൾ യൂസ് ചെയ്യാം. പിന്നെ എന്താണ് സർജിക്കൽ ഹാൻഡ് സ്ക്രബ്സ് റിഡ്യൂസ് ബാക്ടീരിയൽ കൗണ്ട്സ് ഓൺ ഹാൻഡ്സ്. ഈ പറയുന്ന സർജിക്കൽ ഹാൻഡ് സ്ക്രബ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ബാക്ടീരിയസിന്റെ എന്താണ് റിഡ്യൂസ് ആകും, അളവ് കുറയുന്നതായിരിക്കും. സോ സ്റ്റെറിലൈസ് ചെയ്യുക, അതായത് നമ്മൾ ഹാൻഡ് സ്ക്രബ് ചെയ്യുക. ഹാൻഡ് സ്ക്രബ് മീൻസ് നമ്മുടെ ഹാൻഡ് വാഷ് ചെയ്യുക. ഹാൻഡ് വാഷ് ചെയ്യുമ്പോൾ നമ്മുടെ ബാക്ടീരിയാസ് നമ്മുടെ ഹാൻഡിലുള്ളതൊക്കെ പോകും. അതിനുശേഷം മാത്രമായിരിക്കും നമ്മൾ സ്റ്റെറൈൽ ചെയ്ത ഗ്ലൗസ് ധരിക്കും. മനസ്സിലായോ? ആൻഡ് ലാസ്റ്റ് പോയിന്റ് ഈസ് asepsis denotes absence of disease causing microorganisms. Then aseptic technique is a method used to avoid contamination from infectious agents, and it is used to keep alive a germ-free environment in the operating room. Just wait a second, I'll be back. Just wait. Yeah. Okay. Continue here. Asepsis denotes absence of disease causing microorganisms. Asepsis എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ഈ മൈക്രോ ഓർഗാനിസംസിന്റെ ആബ്സെൻസ് അല്ലെ, ആബ്സെൻസ് ആണ്. ഓക്കെ. ആബ്സെൻസ് എന്താണ് അറിയാതെ മീനിങ് എനിക്ക് പല ഇംഗ്ലീഷ് വാക്കിന്റെ മലയാളം മീനിങ് കണ്ടെത്തുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. Absence means അഭാവം. കുറെ ഇംഗ്ലീഷ് വേർഡ്സ് അങ്ങനെ തന്നെ പഠിക്കാറുണ്ട്. ഒരു പക്ക മലയാളം ഒന്നും ഇംഗ്ലീഷ് പോവരുതേ, മണ്ടത്തരാണ്. ഇംഗ്ലീഷ് വേർഡ്സ് തന്നെയായിട്ട് തന്നെ പഠിക്കാൻ നോക്കാം മാക്സിമം. അതുപോലെ തന്നെ മെഡിക്കൽ ഡെവലപ്പ് എന്തായാലും തന്നെ പഠിച്ചേ പറ്റും. അതുകൊണ്ട് അങ്ങനെ തന്നെ പഠിക്കാം കേട്ടോ. അപ്പൊ അസെപ്സിസ് എന്ന് പറയുന്നത്, അസെപ്സിസ് ഡിനോട്ട്സ് എന്ന് പറയുന്നത് എന്താ? ആബ്സെൻസ് ഓഫ് ഡിസീസ് കോസ് മൈക്രോ ഓർഗാനിസംസ്. രോഗങ്ങൾ ഉണ്ടാക്കുന്ന മൈക്രോ ഓർഗാനിസംസിന്റെ അഭാവം എന്നാണ് അസെപ്സിസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അസെപ്റ്റിക്കോ, അസെപ്റ്റിക് എന്താ? സ്റ്റെറൈൽ ചെയ്യുക, സ്റ്റെറിലൈസേഷൻ ആണ് അസെപ്റ്റിക് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഈ സ്റ്റെറിലൈസേഷൻ ടെക്നിക്ക് എന്തിനാ യൂസ് ചെയ്യുന്നത്? കണ്ടാമിനേഷൻ അവോയ്ഡ്. എന്താ അവോയ്ഡ് മീൻസ്? കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക. കണ്ടാമിനേഷൻ എന്താ? മലിനീകരണം
ഓക്കെ, അതായത് നമ്മൾ സ്റ്റെറൈൽ ചെയ്യുന്നത് എന്തിനാണ്? നമ്മൾക്ക് അതിലൂടെ അല്ലെ സ്റ്റെറൈൽ ചെയ്യുന്നത് നമ്മുടെ ഈ പറയുന്ന ജേം ഫ്രീ ആക്കാനാണ് അല്ലെ. ജേംസിനെ ആണെങ്കിലും ഈ പറയുന്ന അസുഖം ഉണ്ടാക്കുന്ന എന്ത് രോഗാണുക്കളെ ആണെങ്കിലും നമ്മൾ സ്റ്റെറൈൽ ചെയ്യാണ്. സോ ആ ഏരിയ ജേം ഫ്രീ എൻവയോൺമെന്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റെറൈൽ ചെയ്യുന്നത്. ഓക്കെ, സോ ആ ഒരു രീതി തന്നെയാണ് ഇത്. രീതിയല്ല, ആ ഒരു കൈൻഡ് ഓഫ് പറയുന്നതാണ് അസെപ്സിസ് എന്ന് പറയുന്നത്. അസെപ്സിസ് മീനിങ് എന്താ? ആ രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഈ മൈക്രോ ഓർഗാനിസംസിന്റെ അഭാവം അവിടെ ഉണ്ടാകില്ല. ഈ പറയുന്ന ഈ രോഗാണുക്കൾ അവിടെ ഉണ്ടാകില്ല. അങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടേ? സ്റ്റെറൈൽ ചെയ്യണം അല്ലെ. എന്ത് ഏരിയ ആണെങ്കിലും, അതിപ്പോ നമ്മുടെ ക്ലോത്ത്സ് ആയിക്കോട്ടെ, ഗ്ലൗസ് ആയിക്കോട്ടെ, നമ്മൾ ധരിക്കുന്ന എന്തോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആ ഏരിയ ആയിക്കോട്ടെ, റൂം ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, സ്റ്റെറൈൽ ചെയ്യുകയാണെങ്കിൽ അത് ജേം ഫ്രീ ആയിരിക്കും. അതിലൂടെ നമുക്ക് ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ പേഷ്യൻസിനോ നമുക്ക് വരില്ല. സോ അങ്ങനെ ഒരു ജേം ഫ്രീ എൻവയോൺമെന്റ് ആയിരിക്കണം എപ്പോഴും എന്ത് ഈ ഓപ്പറേഷൻ റൂമിൽ ഉണ്ടാവേണ്ടത്. Is it clear? That point as a what is a policy to enter in an OT? Clear ആണോ? മനസ്സിലാവുന്നുണ്ടോ? ജസ്റ്റ് സമ്മറൈസ് ചെയ്ത് പറയാം നമുക്ക് കേട്ടോ. ജസ്റ്റ് സമ്മപ്പ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. ചിന്തിക്കാം, ഞാൻ പറയുന്നത് ജസ്റ്റ് ഇമാജിൻ ചെയ്യാം കേട്ടോ. നിങ്ങൾ ബോട്ടിലാണെന്ന് വിചാരിക്കുക, ഓപ്പറേഷൻ തിയേറ്ററിലാണ്. ഓപ്പറേഷൻ തിയേറ്ററിൽ സ്റ്റാഫ് ആണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ അവിടെ സ്റ്റാഫ് ആണ് കേട്ടോ, ഓപ്പറേഷൻ തിയേറ്റർ സ്റ്റാഫ് ആണ്. ഞാൻ വരാണ്, എനിക്ക് വിസിറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ വരാണ്. ഞാൻ വരുമ്പോ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? നിങ്ങൾ എന്നോട് ചോദിക്കും, നിങ്ങൾ എന്തിനു വന്നു, നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് ചോദിക്കും. അത് അറിയേണ്ട ആവശ്യമാണ്. അപ്പൊ ഞാൻ എന്റെ കാര്യം നിങ്ങളോട് പറയും. ആസ് എ സ്റ്റാഫ് എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയുന്നു. സോ എനിക്ക് എന്റെ പ്രൂഫോ ഐഡീസോ ഞാൻ കാണിക്കുകയാണ്. അങ്ങനെ കാണിച്ച ശേഷം മാത്രമാണ് എനിക്ക് അങ്ങോട്ടേക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റും. അത് ഫസ്റ്റ് പോയിന്റ്. ആൻഡ് സെക്കൻഡ് പോയിന്റ് എന്താണ്? ഇപ്പൊ ഞാൻ കയറുന്ന എനിക്കോ അതിനുള്ളിൽ നിന്ന് നിങ്ങൾക്കോ ആർക്കോ ആകാം ഈ പറയുന്ന നെയിൽ എക്സ്റ്റൻഷനോ അല്ലെങ്കിൽ നെയിൽ ആർട്ടിഫിഷ്യൽ നെയിൽസോ അല്ലെങ്കിൽ പോളിഷോ ഒന്നും എന്തെങ്കിലും ഉണ്ടാവാൻ പാടില്ല. അത് ഈ പറയുന്ന അണുക്കള് മൈക്രോ ഓർഗാനിസംസും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അവിടെ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ദെൻ കയറുന്ന എനിക്കും നിങ്ങൾക്കും ജ്വല്ലറീസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അത് മാത്രമല്ല അവിടെ ഉള്ള നിങ്ങൾക്കും കയറുന്ന എനിക്കും ഞാൻ പ്രൊട്ടക്റ്റീവ് ആയ ക്ലോത്ത്സ് ധരിക്കണം, അല്ലെങ്കിൽ സർജിക്കൽ ക്ലോത്ത്സ് ധരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ക്യാപ്പ് വെക്കണം, അതിന്റെ ഷൂ കവർ ചെയ്യണം, ഹെഡ് ക്യാപ്പ് വെക്കണം, ഐഷീൽഡ് വെക്കണം, മാസ്ക് വെക്കണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ നിർത്തിക്കാറാൻ പറ്റും. കാരണം അവിടെ നിൽക്കുന്നവർക്കും ഇതുണ്ട്. മനസ്സിലായോ? ദെൻ പിന്നെന്താണ്? നമ്മള് കൈ നമ്മൾ നന്നായിട്ട് കഴുകിയതിനു ശേഷം മാത്രമാണ് ഈ സ്റ്റെറൈൽ ചെയ്ത ക്ലോത്ത്സ് ധരിക്കാനായിട്ട്. അപ്പൊ ഇതെല്ലാം ഇട്ടുകൊണ്ടായിരിക്കും നമ്മൾ അകത്തേക്ക് കയറേണ്ടത്. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ. ദെൻ ഈ പറയുന്ന ആ റൂം എപ്പോഴും ജേം ഫ്രീ ആയിരിക്കണം. അണുക്കളോ കാര്യങ്ങളോ ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, അങ്ങനെ ജേം ഫ്രീ ആക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യണം? സ്റ്റെറൈൽ ചെയ്യണം. സ്റ്റെറൈൽ ടെക്നിക്ക് നമ്മൾ ആ ഒരു മെത്തേഡ് യൂസ് ചെയ്യുമ്പോഴാണ് അവിടുത്തെ മലിനീകരണം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അത് ആ വഴി നമുക്ക് ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഇല്ലാതാക്കാനും പറ്റും. ജേം ഫ്രീ എൻവയോൺമെന്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. ഇത്രയും കാര്യങ്ങളാണ് പോളിസിയിൽ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ വായിക്കുന്ന ഇംഗ്ലീഷ് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, കാരണം ഞാൻ ചോദിക്കാൻ കാരണം വേറൊന്നും കൊണ്ടല്ല. നിങ്ങൾ എന്തുകൊണ്ട് ചോദിച്ചു എന്ന് ചിന്തിക്കേണ്ട. ചോദിക്കാൻ കാരണം വേറൊന്നുമല്ല. ഇതുപോലെ ഞാൻ ക്ലാസ്സിലെത്തുന്ന സമയത്ത് എന്നുള്ള കുട്ടികൾ പറയും മിസ് വായിക്കും, കുറച്ച് ഒരു സ്പീഡ് ഉണ്ട്, ചിലപ്പോൾ ചില വാക്കുകൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അവർ പറഞ്ഞ ഒരു റീസൺ, മറ്റു ടീച്ചേഴ്സ് എടുക്കുന്നത് അല്ലെങ്കിൽ മറ്റു ടീച്ചേഴ്സ് വായിക്കുന്നത് ഇങ്ങനെയല്ല, മിസ് വായിക്കുന്നത് അങ്ങനെയാണ്, വ്യത്യാസമുണ്ട്. അതുകൊണ്ട് കുറച്ച് നമുക്ക് അത് ഫോളോ ചെയ്യുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോ ഇല്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു, ഇത് നമ്മുടെ സെക്കൻഡ് ക്ലാസ് ആണ്. സോ ഫസ്റ്റ് തന്നെ ഞാൻ ചോദിക്കുകയാണ്, ഞാൻ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ അതർ ടീച്ചേഴ്സ് എങ്ങനെയാണ് എന്നൊന്നും എനിക്ക് അറിയില്ല. സോ ഞാൻ ക്ലാസ് അങ്ങനെ കാണാറില്ല. സോ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? വാട്ട്സ് യുവർ ഒപ്പീനിയൻ? Do you have any suggestion about that? No. ഒന്നും പറയാനില്ലേ? ഓക്കെ ആണ് നിങ്ങൾക്ക്? എന്തെങ്കിലും പറയൂ. എന്താ ഉദ്ദേശിക്കുന്നത്? ക്ലിയർ ആവുന്നുണ്ടല്ലോ. ക്ലിയർ ആവുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ.
വേറൊരു കാര്യം നമ്മളോട് പറയട്ടെ, നമ്മൾ പഠിക്കുന്ന ആണ് കേട്ടോ, സബ്ജക്റ്റ് ആണ്. സോ ഇത് ഇതിന്റെ എല്ലാ വേർഡ്സും ഒരിക്കലും നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യരുത്. മീൻസ് ട്രാൻസ്ലേറ്റ് ചെയ്തതിന് മലയാളം മനസ്സിലാക്കി വെക്കുക, പക്ഷെ ആ മലയാളം യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇംഗ്ലീഷ് തന്നെ യൂസ് ചെയ്ത് പഠിക്കുക. മലയാളത്തിൽ ഒരിക്കലും പറഞ്ഞ് പഠിക്കരുത്. ഇപ്പൊ ഈ കാണുന്ന ഈ പോയിന്റ്സ് എനിക്ക് മലയാളീകരിച്ച് പറയാൻ പറ്റും, പക്ഷെ മലയാളീകരിച്ച് പറയുമ്പോഴും നമുക്ക് മലയാളം അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മലയാളം അറിയാൻ പറ്റുമോ? ഒരു ചില വേർഡ്സിന്റെയും പക്ക മലയാളം കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് മാക്സിമം ഇംഗ്ലീഷ് ആയിട്ട് തന്നെ പഠിക്കാം. അപ്പോ നെക്സ്റ്റ് അടുത്ത പോയിന്റിലേക്ക് പോവാണേ. Each operating room varies depending on the type of surgery being done. അതായത് ഓരോ ഓപ്പറേഷൻ തിയേറ്റേഴ്സും വ്യത്യാസമായിരിക്കും. സർജനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ സർജനെ ഡിഫറെന്റ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ സർജറി എന്ന് പറയുമ്പോൾ ഒരു ടൈപ്പ് അല്ലല്ലോ, പല ടൈപ്പ് ഉണ്ട്. അപ്പോ ആ സർജനെ ബേസ് ചെയ്തിട്ട് ഓപ്പറേറ്റിംഗ് റൂംസിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ നോക്കണം. The operating table in the center of the room should be able to raise, lower and tilt in any direction. അതായത് ഓപ്പറേഷൻ തിയേറ്ററിലെ പറയുന്ന ടേബിൾ അല്ലെ, ഓപ്പറേഷൻ തിയേറ്ററിലെ ടേബിള് ആ പറയുന്ന റൂമിന്റെ സെന്ററിലായിരിക്കണം. അത് മാത്രമല്ല നമുക്ക് ആ ടേബിള് റേസ് ചെയ്യാനും ഉയർത്താനും താത്താനും ഒന്ന് ചരിക്കാനും ഒക്കെ പറ്റണം, ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഫസ്റ്റ് പോയിന്റ്. ടിൽറ്റ് മീൻസ് ചരിവ്, ചെരിവാണ് കേട്ടോ ടിൽറ്റ്. Then the second one is the operating room lamps allow for brilliant illumination without shadow in the case of surgery. വെട്ടം വെളിച്ചം ഉണ്ടാകണം, അത്രയേ ഉള്ളൂ. മലയാളത്തിൽ കറക്റ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ വെട്ടം വെളിച്ചം ഉണ്ടാകണം, നിഴലൊന്നും വരരുത്. ഷാഡോ ഒന്നും ഉണ്ടാകും. സർജറി ടൈമിൽ ഷാഡോസ് ഒന്നും വരാൻ പാടില്ല. സോ കുറച്ചുകൂടി ഇലുമിനേഷൻ ഉണ്ടാക്കണം. ഓക്കെ. Then patient will be linked to different monitors that keep track of vital signs. These consist of your heart rate and blood pressure. അതായത് പേഷ്യന്റ് സർജറി ചെയ്യുന്ന സമയത്താണെങ്കിലും അല്ലെ, സർജറി ചെയ്യുന്ന പേഷ്യൻസിനെ നമ്മൾ എപ്പോഴും മോണിറ്റർ ചെയ്യും. അത് ഒരു മോണിറ്റർ തന്നെയല്ല, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോണിറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യും. കാരണം എന്താണ്, ഓരോ മോണിറ്റേഴ്സും അതിന്റെ പർപ്പസ് വ്യത്യാസം ഉണ്ടാകും. ഓക്കെ, അപ്പൊ നമ്മൾ ഫുൾ ടൈം മോണിറ്റർ ചെയ്യുന്നുണ്ടാകും പേഷ്യൻസിനെ. അത് ഹെൽത്ത് റേറ്റ് പരമായിട്ടായിരിക്കാം അല്ലെ, ഹെർട്ടിന്റെ റേറ്റ് അറിയണം. അതുപോലെ തന്നെ അതിന്റെ BP നോർമൽ ആണോ, അങ്ങനെയൊക്കെയാണ് ലെവൽസിന് ചേഞ്ചസ് വരുന്നുണ്ടോ. സോ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യാൻ വേണ്ടി ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ടാകും കേട്ടോ. And a ventilator or breathing machine stands close to the edge of the operating table. If the procedure is done under general anesthesia, a ventilator will breathe for you in the course of the procedure, moving oxygen and air in and out of your lungs. അതായത് വെന്റിലേറ്റർ എന്താ യൂസ് ചെയ്യുന്നത് അറിയാലോ. നമുക്ക് ബ്രീത്തിങ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു സാഹചര്യം വരികയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെഷീനാണ് വെന്റിലേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അനസ്തീഷ്യ കൊടുത്തൊരു പേഷ്യന്റിനെ നമുക്ക് ബ്രീത്തിങ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും, ചിലപ്പോൾ ഡിഫിക്കൽറ്റി ആയിട്ട് വരും. സോ ആ ടൈമിൽ നമുക്ക് വെന്റിലേറ്റർ യൂസ് ചെയ്യാൻ പറ്റും. സോ കുറച്ചുകൂടി പറയുന്ന സർജറി പ്രൊസീജിയർ കുറച്ചുകൂടി ഈസി ആക്കാനും പേഷ്യന്റ് ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യാനും ലങ്സിലുള്ള എയർ പുറത്തോട്ടും അകത്തോട്ടും വരാന് ഈ പറയുന്ന വെന്റിലേറ്റർ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ ആ പറയുന്ന വെന്റിലേറ്റർ മെഷീൻ പേഷ്യന്റിന്റെ തലഭാഗത്തായിട്ട് ഉണ്ടാവേണ്ടതാണ്. മനസ്സിലായോ? നമ്മൾ പേഷ്യന്റ് കിടക്കുമ്പോൾ കിടക്കം പാത്രം പറയരുത് അല്ലെ, അവരുടെ ഹെഡ് നിൽക്കുന്ന ഒരു പൊസിഷനിൽ ഈ പറയുന്ന വെന്റിലേറ്റർ ഉണ്ടാകും. എന്തെങ്കിലും സാഹചര്യം വെച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിട്ടിക്കൽ സ്റ്റേജോ എന്തെങ്കിലും സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ട് ചിലപ്പോൾ ഈ വെന്റിലേറ്റർ ഉപയോഗിക്കേണ്ടതായി വന്നേക്കാം. സോ ആ ടേബിളിന്റെ പൊസിഷൻ അവിടെ ഉണ്ടായിരിക്കണം. അത്രയേ ഉള്ളൂ കേട്ടോ. Germ free instruments to be used during the surgery. സർജറി ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ് ആയിക്കോട്ടെ, ഇൻസ്ട്രുമെന്റ്സ് ആയിക്കോട്ടെ, എല്ലാം ജെം ഫ്രീ ആയിരിക്കണം. A diathermy machine to control bleeding usually is present. അപ്പോ എന്തെങ്കിലും ബ്ലീഡിംഗ് കൺട്രോൾ ചെയ്യേണ്ട അവസ്ഥ വരാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി അതിന്റെ പറയുന്ന ഫ്ലോ ഇൻക്രീസ് ചെയ്യേണ്ട സമയം വരാണെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ സിറ്റുവേഷൻസ് വരാണെങ്കിൽ പറയുന്ന ഡയതേർമി മെഷീൻ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ യൂസ് ചെയ്യണം. അപ്പൊ എന്തിനു വേണ്ടിയാണ് ഈ ഡയതേർമി മെഷീൻ യൂസ് ചെയ്യുന്നത് ഒന്ന് ചെക്ക് ചെയ്യാൻ പഠിച്ചു വെക്കാം കേട്ടോ, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, പിന്നെന്താണ് ഡയതേർമി മെഷീൻ നമുക്ക് പല രീതിയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. മീൻസ്
നമുക്ക് നമ്മുടെ പെയിൻ കൺട്രോൾ ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റും. ദെൻ നമ്മുടെ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റും. ബ്ലീഡിങ്ങിലെ ഫ്ലോ ഇൻക്രീസ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റും. രക്തയോടെ വർദ്ധിപ്പിക്കാനും വേദന കൺട്രോൾ ചെയ്യാനും പെയിൻ റിലീഫ് ചെയ്യാനും ഈ പറയുന്ന ഫിസിക്കൽ തെറാപ്പിയിലും ഈ പറയുന്ന മെഷീൻ യൂസ് ചെയ്യാറുണ്ട്. സോ അതാണ് അതിന്റെ പേർപ്പസ് എന്ന് പറയുന്നത്. കുറച്ചുകൂടെ കൂടുതൽ എക്സ്ട്രാ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ കുറച്ച് നിങ്ങൾ സെർച്ച് ചെയ്യും. കാരണം നമ്മൾ സ്വയം സെർച്ച് ചെയ്ത് പഠിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും മറക്കില്ല. സോ ആ ഒരു മെത്തേഡ് നമ്മളൊന്ന് ഫോളോ ചെയ്യാം, കുറച്ച് ബെറ്റർ ആയിരിക്കും കേട്ടോ. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് പോയിന്റ് ഇസ് if the surgery requires it, a heart lung machine or other specialized tool may be brought into the room. എന്തെങ്കിലും സർജറിയുടെ സമയത്ത് എന്തെങ്കിലും ആവശ്യമായിട്ട് വരാണെങ്കിൽ, എന്തെങ്കിലും കൈൻഡ് ഓഫ് മെഷീൻസ് ആവശ്യമായിട്ട് വരാണെങ്കിൽ ആ മെഷീൻസ് റൂമിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. അത് എന്തൊക്കെയാണ് കേട്ടിട്ടുള്ളത്? മെഷീൻ ആകാം, അല്ലെങ്കിൽ അതർ സ്പെഷ്യലൈസ്ഡ് ടൂൾസ് ആകാം, എന്തോ ആയിക്കോട്ടെ അത് മേ ബി ബ്രോട്ട് ഇൻ ടു ദ റൂമിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ട് വന്നേക്കാം. Then the operating room will likely to cause to reduce bacterial growth. അറിയാലോ, നമുക്ക് എയർ കണ്ടീഷൻ ആയിരിക്കും ഈ പറയുന്ന ഔട്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ് ഞാൻ ഓൾറെഡി പറഞ്ഞാണ് ഇതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ AC അല്ലെ എയർ കണ്ടീഷൻ ചെയ്യുന്നത്. ബാക്ടീരിയ നമുക്ക് അത് കൺട്രോൾ ചെയ്യാൻ, ഇൻഫെക്ഷൻ വരാതെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കൈൻഡ് ഓഫ് പ്രോസസ് ഈ പറയുന്ന നമ്മുടെ എയർ കണ്ടീഷൻ നടത്തുന്നുണ്ട്. സോ അത് യൂസ് ചെയ്യുന്നതോടെ നമ്മുടെ ആ ഒരു എൻവയോൺമെന്റ് കോൾഡ് ആയിരിക്കും. അതുപോലെ തന്നെ ബാക്ടീരിയൽ ഗ്രോത്ത് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഓപ്പറേറ്റിംഗ് റൂമിൽ ഉള്ളത്. ഇതൊക്കെയാണ് ടേബിള് സെന്ററിൽ തന്നെ ഉണ്ടാക്കണം. അത് പൊക്കാനും താത്താനും ശരിക്കാനും പറ്റുന്നതായിരിക്കണം. ആൻഡ് വെട്ടോ വെളിച്ചം വേണം. നെല്ലോ കാര്യങ്ങളോ ഒന്നും വരാൻ പാടില്ല. സർജറി ചെയ്യുന്ന സമയത്ത് നെല്ലോ കാര്യങ്ങളോ ഒന്നും വരാൻ പാടില്ല. ദെൻ പേഷ്യന്റിനെ നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. അവരുടെ ഹെൽത്തിന്റെ ലെവൽസ് ചേഞ്ചസ് വരുന്നുണ്ടോ, അല്ലെങ്കിൽ ബ്ലഡ് പ്രഷറിന്റെ വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ എന്ന് അറിയാനൊക്കെ വേണ്ടിയിട്ട് എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. ദെൻ വെന്റിലേറ്റർ പേഷ്യന്റ് കിടക്കുന്ന തലയുടെ ഭാഗത്തായിട്ട് വെന്റിലേറ്റർ മെഷീൻ ആവശ്യമാണ്. എന്തെങ്കിലും സാഹചര്യം വെച്ചാൽ ആ മെഷീൻ യൂസ് ചെയ്യേണ്ടതായി വന്നേക്കാം. സോ ആ മെഷീൻ അവിടെ തന്നെ ഉണ്ടായിരിക്കണം. ആ മെഷീന്റെ ഉപയോഗം എന്താണെന്ന് ഉള്ളത് ഇപ്പൊ ഞാൻ കുറച്ച് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ അറിയണമെങ്കിൽ വെന്റിലേറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററേ ഉണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് നന്നായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയൂ കേട്ടോ. അതുകൊണ്ട് മിസ് ഒന്നും പറഞ്ഞില്ല എന്ന് പറയണ്ട, ചാപ്റ്റർ തന്നെ ഉണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ മനസ്സിലാവും. പിന്നെ എന്താണ്, ജേം ഫ്രീ ഇൻസ്ട്രുമെന്റ് ആയിരിക്കണം യൂസ് ചെയ്യുന്നത്. സർജറി സമയത്ത് നമ്മൾ ജേം ഫ്രീ അല്ലെ അണുവിമുക്തമാക്കിയ ഉപകരണങ്ങൾ വെച്ചായിരിക്കണം സർജറി ചെയ്യുന്നത്. ഡയറ്റോമി മെഷീൻ യൂസ് ചെയ്യണം അല്ലെ. അത് നമ്മുടെ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാനും ഞാൻ പറഞ്ഞു പെയിൻ റിലീഫ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന കൈൻഡ് ഓഫ് മെഷീൻ ആണ് ഡയറ്റോമി മെഷീൻ എന്ന് പറയുന്നത്. ദെൻ സർജറിക്ക് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ ഈ പറയുന്ന ഹേർട്ട് ലങ് മെഷീനും അല്ലെങ്കിൽ അതർ സ്പെഷ്യലൈസ്ഡ് ടൂൾസും ഈ പറയുന്ന റൂമിലേക്ക് കൊണ്ടുവരേണ്ടതേ വന്നേക്കാം. ഓക്കെ, ഈ പറയുന്ന റൂം എന്തായിരിക്കണം? എയർ കണ്ടീഷൻ ആണ്. അത് കൂടുതൽ ബാക്ടീരിയൽ ഗ്രോത്ത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇന്നെടുത്തതും ഈ 1 പേജ് ക്ലിയർ ആണോ? മനസ്സിലായോ? ടെക്സ്റ്റ് എല്ലാവർക്കും കിട്ടിയായിരുന്നോ? ഒന്ന് വായിച്ചോക്കെ, എല്ലാവരും വായിച്ചോക്കൂ കേട്ടോ. വായിച്ചതിന് ശേഷം പറയും. വായിച്ചത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ ഒക്കെ നോക്കൂ. ഞാൻ അല്ലാതെ ചുമ്മാ ഇങ്ങനെ വെറുതെ എടുത്തിട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, വായിച്ചതിന് ശേഷം നിങ്ങൾ ഫോൺ ചെയ്യാം കേട്ടോ.
ഓക്കെ കഴിഞ്ഞല്ലോ അയച്ചോ? മനസ്സിലായോ? എന്നിട്ട് ഡൗട്ട്സ് വന്നോ? മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്? ഓക്കെ ക്ലാസ് കുഴപ്പമൊന്നുമില്ലല്ലോ, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ ഇനി സ്പീഡ് ഓടുന്നുണ്ടോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? സ്പീഡ് ഉണ്ടോ? പറയൂ, സ്പീഡ് ഉണ്ടോ? ഇല്ല മാം, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാനിത് എപ്പോഴെപ്പോഴും ചോദിക്കണം എന്നൊക്കെ തോന്നിയത് കേട്ടോ. കാരണം നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മുടെ ടീച്ചേഴ്സിന് ഇമ്പോർട്ടന്റ്. ടീച്ചേഴ്സിനായിക്കോട്ടെ നമ്മുടെ മാനേജ്മെന്റ് ആയിക്കോട്ടെ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. സോ അതുകൊണ്ടാണ് എപ്പോഴെപ്പോഴും ഞാൻ ചോദിക്കുന്നത്. ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അപ്പോഴായിട്ട് തന്നെ പറയാൻ നോക്കാം. without any hesitation. Okay. Yeah. The next point is zoning the operation theatre. Okay. Operation theatre ഓരോ സോൺ ഉണ്ട്. സോൺ എന്താണെന്ന് അറിയാലോ? ഞാൻ പറഞ്ഞുതരാം. Okay. The OTT suite is a potential source of hospital infection in general and wound infection in particular. Okay. The suite should be planned with the aim of reducing the risk of hospital infection being brought into the suite. ഈ suite എന്ന് പറയുന്നത് ഒന്നുമില്ല കേട്ടോ, ഓപ്പറേഷൻ തിയേറ്ററിനെ തന്നെ പറയുന്നതാണ്. ഓക്കെ, അപ്പോ ഓപ്പറേഷൻ തിയേറ്ററില് ഈ നമ്മൾ പറഞ്ഞു ജേം ഫ്രീ എൻവയോൺമെന്റ് ആണ് എന്ന് പറഞ്ഞു. പക്ഷെ ഹോസ്പിറ്റലിൽ അറിയുന്ന ഓപ്പറേഷൻ തിയേറ്ററില് എന്താണ് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. എങ്ങനെയാണെന്ന് അറിയോ? ഹോസ്പിറ്റലിൽ തന്നെ ഇൻഫെക്ഷൻ ആണ് അല്ലെ, കുറച്ചുകൂടെ ഇൻഫെക്റ്റഡ് ആയ ഒരു ഏരിയ ആണ് എന്ത് ഹോസ്പിറ്റൽ. അതിലൊരു റൂമാണ് ഈ പറയുന്ന OT എന്ന് പറയുന്നത് അല്ലെ. OT ഒഴുകി ബാക്കി എല്ലാ മേഖലയും ഇൻഫെക്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ജേംസ് ഉണ്ട്. ശരിയാണോ അല്ലയോ? ശരിയാണ്. ഓക്കെ, അപ്പോ അതുകൊണ്ട് തന്നെ ഈ OTയിലേക്ക് ഇൻഫെക്ഷൻ വരാനും അല്ലെങ്കിൽ ജേംസ് വരാനും ഉള്ള ചാൻസ് ഉണ്ട്. കാരണം എന്താണ്? The OT suite is a potential source of hospital infection in general. അതായത് ഹോസ്പിറ്റൽ ഇൻഫെക്ഷനെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ സ്യൂട്ട് കുറച്ചുകൂടെ ഈസിയാണ്. മീൻസ് ഈ പറയുന്ന ഇൻഫെക്ഷൻ ആകാൻ, ഇൻഫെക്റ്റഡ് ആകാൻ ഈസിയാണ്. അതായത് ഹോസ്പിറ്റൽ ഇൻഫെക്ഷനെയും അതുപോലെ തന്നെ മുറിവുകളിലൂടെ വരുന്ന ഇൻഫെക്ഷൻ ഉണ്ടാകാൻ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ അവിടെ സ്പ്രെഡ് ആകാനും ഉള്ള ചാൻസ് കൂടുതലാണ്. സോ അങ്ങനെ ഒരു സാധ്യതയുള്ള ഒരു ഉറവിടമാണ് അല്ലെങ്കിൽ സോഴ്സ് ആണ് എന്ന് പറയാൻ. സോഴ്സ് ആണ് OT എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഞാൻ ആ സെന്റൻസിന് മലയാളീകരിച്ച് പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. സോ ഇത്രയേ ഉള്ളൂ, ജസ്റ്റ് മനസ്സിലാക്കുക. നമ്മള് OTയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ OTയിൽ നിൽക്കുന്ന ഒരു സ്റ്റാഫ് പുറത്തോട്ട് പോകുമ്പോ അയാൾ അകത്തോട്ട് വന്നാല് ജേംസ് ഉണ്ടാകും അല്ലേ? ഇതിപ്പോ ആരും ആയിക്കോട്ടെ, പുറത്തുനിന്ന് ഒരാൾ അകത്തോട്ട് കയറിയാലും അകത്തെ ആള് പുറത്തോട്ട് പോയിട്ട് വീണ്ടും അകത്ത് കയറിയാലും ഈ പറയുന്ന ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം OT റൂമിന് പുറത്തിറങ്ങിയാല് അത്രയും സ്റ്റെറിലൈസ് ചെയ്ത ഒരു എൻവയോൺമെന്റ് ആണോ ഉള്ളത്? അല്ല. ഒരുപാട് പേഷ്യൻസ് വരുന്നേ പോകുന്നേ ഉണ്ട്. സ്റ്റാഫ്സ് ആണെങ്കിലും കൂടുതലുള്ള ഒരു ഏരിയ ആണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. സോ ഈ OT റൂമിന് പുറത്തോട്ട് ഇറങ്ങുമ്പോ അങ്ങനെ സ്റ്റാഫിലൂടെയും അല്ലാതെ ഈ പറയുന്ന മെഷീൻസിലൂടെയും പുറത്തുനിന്ന് അകത്തേക്കുള്ള മെഷീൻസ് കൊണ്ടുവരുമ്പോഴും അങ്ങനെയും ഈ പറയുന്ന ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. മനസ്സിലായോ? അതുകൊണ്ടാണ് the suite should be planned with the aim of reducing the risk of hospital infection being brought into the suite. അപ്പോ ഈ പറയുന്ന സ്യൂട്ടിലേക്ക് ഒരു വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ട്. മീൻസ് എന്തിനു വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്? റെഡ്യൂസ് ചെയ്യുക റിസ്ക് ഹോസ്പിറ്റലില് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷൻ അകത്തോട്ട് സ്യൂട്ടിന്റെ അകത്തോട്ട് വരാതിരിക്കാനായിട്ടുള്ള നമ്മുടെ മുൻകരുതലുകൾ അല്ലെ, ആ പറയുന്ന റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയുള്ള എന്തൊക്കെ കാര്യങ്ങൾ ഫോളോ ചെയ്യണം എന്നൊരു പ്ലാനിങ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ അത് എന്തൊക്കെയാണ്, അതിന്റെ പ്രിൻസിപ്പൽസ്, ജനറലൈസ് ചെയ്ത പ്രിൻസിപ്പൽസ് എന്തൊക്കെയാണ് എന്നാണ് നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത്.
അതായത് OT-യിലേക്കുള്ള അണുബാധ തടയണം. അതെങ്ങനെ തടയണം? ഏത് രീതിയിൽ നമ്മൾ പ്രിക്കോഷൻസ് എടുക്കണം? അത് ഹോസ്പിറ്റലിൽ അകത്ത് അല്ലെ, ഹോസ്പിറ്റലിൽ നിന്ന് റൂമിലേക്ക് വരുമ്പോ എന്തെല്ലാം തരത്തിലുള്ള അണുക്കൾ വരാൻ ചാൻസ് ഉണ്ട്, അതൊക്കെ എങ്ങനെ തടയണം എന്ന് നമ്മള് പറയുന്ന കുറച്ച് പ്രിൻസിപ്പിൾസ് ആണ്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇതുവരെ പറഞ്ഞത് മനസ്സിലായോ? രണ്ടുപേർക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പോ ജനറൽ പ്രിൻസിപ്പിൾസ്: ക്ലീൻ ഫ്രം dirty traffic. Flow within the OT suite should be kept apart as best as possible. Spaces in the suite have to be arranged in such a way that while moving from one space to another, there should be a constant progression of cleanness from entrance of OT suite to the operating room. ഈ സെന്റൻസ് വായിക്കുമ്പോൾ നിങ്ങൾ കേട്ട് എന്തെന്നാണ് എന്ന് ആലോചിക്കേണ്ട. വളരെ സിമ്പിൾ ആണ്. അത് വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. അതിന്റെ കണ്ടന്റ് വളരെ ചെറുതാണ്. ഓക്കെ, അതുകൊണ്ട് ആ ഒരു ഡൗട്ട് ഒന്നും വേണ്ട കേട്ടോ. ക്ലീൻ ഫ്രം ഡർട്ടി ട്രാഫിക്. ഡർട്ടി ട്രാഫിക് എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമല്ലോ, അതായത് ഓപ്പറേഷൻ തിയേറ്ററിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചുമ്മാ ഇങ്ങനെ നടക്കും. അങ്ങനെ ട്രാഫിക് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അത് ഭയങ്കര ക്രൗഡ് ആവരുത്. മീൻസ് ആരെയും മുട്ടി പോകാണ്ട അവസ്ഥ വരുന്നുണ്ട്. കാരണം ഇപ്പോ ഓപ്പറേഷൻ തിയേറ്ററിലെ ഡോക്ടർ ആയിക്കോട്ടെ, ഡോക്ടർ പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മൾ പുറത്തേക്ക് ഒരാളെ മുട്ടി നമ്മൾ ടച്ച് ചെയ്ത് പോവാണെങ്കിൽ, അതായത് അത്രയും ക്രൗഡ് ആകുമ്പോഴാണ് നമ്മൾ അങ്ങനെ ടച്ച് ചെയ്ത് പോകേണ്ടേ ഉള്ളൂ അല്ലെ. അങ്ങനെ ടച്ച് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ ഹൃദയകത്തുള്ള അണുക്കൾ ഡോക്ടറിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനെ ഒരു ഡോക്ടർ തിരിച്ച് OT-ൽ പോവാണെങ്കിൽ പേഷ്യൻസിന് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ ഈ ഏരിയ ക്രൗഡ് ആയിരിക്കും, കുറച്ച് സ്പേസ് ഉണ്ടായിരിക്കണം, കുറച്ച് അറേഞ്ച് ആയിരിക്കണം. മീൻസ് നമുക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഈസി ആയിട്ട് വിതൗട്ട് എനി ടച്ച് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റണം. സോ അങ്ങനെ ഒരു കൈൻഡ് ഓഫ് സ്പേസ് അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. ആ എൻട്രൻസ് കുറച്ചുകൂടി ക്ലീൻ ചെയ്യണം, അതുപോലെ തന്നെ അറേഞ്ച് ചെയ്യേണ്ടതാണ്. ഈ സ്യൂട്ടി, അതായത് ഈ ഓപ്പറേഷൻ റൂമിലേക്ക് പോകുന്ന എൻട്രൻസ് ഉണ്ടല്ലോ, അത് നമ്മൾ കറക്റ്റ്ലി അറേഞ്ച് ചെയ്യാൻ, ഈസി ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റണം, അത് ക്ലീൻ ആയിരിക്കണം. ഇതാണ് പറയുന്ന പോയിന്റ്, ക്ലീൻ ഫ്രം ഡ്യൂട്ടി ട്രാഫിക്. ഓക്കെ, മനസ്സിലായോ? പോയിന്റ് മനസ്സിലായോ? Yeah, okay, clear. Then next one, staff who are working in the OT department should be able to move from one clean area to the other without having to pass through unprotected area. ഇത് തന്നെയാ പറഞ്ഞിരിക്കുക, വേറെ ഒന്നുമില്ല കേട്ടോ. അതായത് നമ്മള് അകത്തുള്ള സ്റ്റാഫ്, OT-യിലുള്ള സ്റ്റാഫ് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അത് ക്ലീൻഡ് അല്ലാത്ത ഒരു പാർട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു ഏരിയയിലേക്ക് പോകാൻ പാടില്ല. ഞാൻ പോകാതിരിക്കുക, മനസ്സിലായോ? അത് ക്ലീൻഡ് ആയ ഏരിയയിലേക്ക് മാത്രം പ്രവേശിക്കുക എന്നാ പറയുന്നത്. അതായത് staff who are working in the OT department work ചെയ്യുന്ന staff should be able to move from one clean area to other clean. അത് അവര് മൂവ് ചെയ്യേണ്ടത്, അവിടുത്തെ സ്റ്റാഫ് മൂവ് ചെയ്യേണ്ടത് ഒരു വൃത്തിയായ ഏരിയയിൽ നിന്ന് മറ്റൊരു വൃത്തിയായ ഏരിയയിലേക്ക് ആയിരിക്കണം. അതായത് വൃത്തിഹീനമായ ഏരിയയിലേക്ക് ആയിരിക്കരുത് എന്നാ പറയുന്നത്. വിത്തൗട്ട് ഹാവിംഗ് ടു പാസ് ത്രൂ അൺപ്രൊട്ടക്റ്റഡ് ഏരിയ. കണ്ടോ, അതായത് വൃത്തിഹീനമായ ഏരിയയിലേക്ക് ആയിരിക്കരുത് പാസ് ചെയ്യുന്നത്. വൃത്തിയിൽ നിന്ന് വൃത്തിയിലേക്ക് തന്നെ വേണം പാസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ എന്താ പറ്റാ, ഇൻഫെക്ഷൻ വരും. അത്രയേ ഉള്ളൂ, ജേംസ് ഉണ്ടാകും, ഇൻഫെക്ഷൻ ആവും. ഓക്കെ, ആൻഡ് ദ തേർഡ് വൺ ഈസ് soiled materials and waste have to be eliminated from the operating rooms without passing through clean area. അതായത് ആ റൂമിന് പറയുന്ന സോൾഡ് മെറ്റീരിയൽസ് വേസ്റ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ. സോ അതൊക്കെ നമ്മള് ക്ലീൻ ആയ ഏരിയയിലൂടെ നമ്മൾ പാസ് ചെയ്ത് കൊണ്ടുപോകാതിരിക്കുക. അത് ഈ പറയുന്ന ഓപ്പറേഷൻ തിയേറ്ററിലെ റൂംസിലെ വേസ്റ്റുകളും കാര്യങ്ങളും അതുണ്ടെങ്കിൽ പോലും അതിലും ഇൻഫെക്ഷൻ ഉണ്ടല്ലോ, അത് ജേംസ് ഉണ്ട്. സോ ആ ഈ പറയുന്ന വേസ്റ്റിനെ ക്ലീൻ ആയ ഏരിയയിലൂടെ കൊണ്ടുപോകാതിരിക്കുക. അങ്ങനെ കൊണ്ടുപോയാൽ എന്താ പറ്റുക, ആ ഏരിയ ഇതാണ് ക്ലീൻഡ് ആവുക. അത്രയേ ഉള്ളൂ. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് OT ventilation should be free of the air movement of the rest of the hospital. Hence, direction of airflow within the OT suite should be from cleaner to less clean areas. അതായത് വെന്റിലേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. നമുക്ക് ഈ പറയുന്ന എയർ പാസ് ചെയ്യാൻ പറ്റണമല്ലോ. ഓക്കെ, വെന്റിലേഷൻ എന്തായാലും ഇമ്പോർട്ടന്റ് ആണ് ഈ ഏരിയയിൽ. അതായത് നമ്മുടെ ഓക്സിജൻ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുമ്പോൾ അതും ബുദ്ധിമുട്ട് തന്നെയാണ്. സോ എയർ ഫ്ലോ ഉണ്ടായിരിക്കണം. എയർ ഫ്ലോ എന്താണ്, അതും ഈ പറയുന്ന പോലെ ക്ലീൻ ആയ അല്ലെ
should be from cleaner to less clean area. അതായത് ഈ പറയുന്ന എയർ ഫ്ലോ ക്ലീൻ ഏരിയന്ന് ക്ലീൻ അല്ലാത്ത ഏരിയയിലേക്ക് പോയാലും കുഴപ്പമൊന്നുമില്ല. അത് എയർ ഫ്ലോ ആണല്ലോ. സോ കുറച്ചുകൂടി എയർ ഫ്ലോ ഉണ്ടായിരിക്കണം, വെന്റിലേഷൻ ഉണ്ടായിരിക്കണം. And therefore, and the last one, therefore the whole OT suite is designed on the concept of 4 zones. 4 zones ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് 4 zones ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? പ്രൊട്ടക്റ്റീവ് സോൺ, ക്ലീൻ സോൺ, സ്റ്റെറൈൽ സോൺ, ഡിസ്പോസൽ സോൺ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കിയേ. അതിനുശേഷം ഞാൻ ഈ സോൺസിനെ കുറിച്ച് പറഞ്ഞുതരാം. ഈ സോൺസിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ പെടുന്നുണ്ട് എന്നൊക്കെയാണ് കേട്ടോ, അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. സോ അതുവരെ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, കഴിഞ്ഞല്ലോ? ക്ലിയർ ആണോ? മനസ്സിലായോ? ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ? ഓക്കെ, ഇനി ഓരോ സോൺസ് ഞാൻ പറഞ്ഞു. ആ സോൺസിൽ കിടന്ന കുറച്ച് ഡിപ്പാർട്ട്മെന്റ്സ്, കുറച്ച് ഏരിയാസ് എന്തൊക്കെയാണ് കേട്ടോ. The first one is a protective zone. Protective zone വരുന്ന ഏരിയാസ് ഏതൊക്കെയാണ്? റിസപ്ഷൻ, വെയിറ്റിംഗ് ഏരിയ, റിസപ്ഷൻ ഏരിയ, വെയിറ്റിംഗ് ഏരിയ, then changing room, dress changing room, okay, then pre-anesthesia room, stores, records, autoclave, TSSU, trolley bay, control area of electricity. ഈ പ്രൊട്ടക്റ്റീവ് സോണിൽ വരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതിലെ റിസപ്ഷൻ ഏരിയ മനസ്സിലായല്ലോ. ചേഞ്ചിങ് റൂം അറിയാം, പ്രീ അനസ്തേഷ്യ റൂം അറിയാം. അനസ്തേഷ്യക്ക് മുന്നേ ആയിട്ടുള്ള റൂമാണ്, അനസ്തേഷ്യ കൊടുക്കുന്നതിന് മുന്നേ ഉള്ള റൂം. ഓക്കെ, സ്റ്റോർസ്, റെക്കോർഡ്സ്, ഓട്ടോക്ലേവ്, TSSU. ഇതിന് ഓട്ടോക്ലേവ് എന്താണ്? ഈ നമ്മള് ഓട്ടോയിൽ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടല്ലോ, സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, അതിനെ സ്റ്റെറൈൽ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് കൈൻഡ് ഓഫ് മെഷീൻ ആണ് കേട്ടോ ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. ദെൻ ട്രോളി ബേ അല്ലെ, ട്രോളി ബേ എന്താണ് അറിയാം? ട്രോളി ബേ എന്താണ് അറിയാലോ? നമ്മൾ യൂസ് ചെയ്യുന്ന, നമ്മൾ പറയുന്ന കണ്ടെയ്നേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു എന്താണ് ട്രോളിയാണ്. അതിന് പറയുന്നതാണ് ട്രോളി ബേ എന്ന് പറയുന്നത് കേട്ടോ. Then control area of electricity. Electricity control ചെയ്യാനുള്ള ഒരു ഏരിയ. ഇതും എന്താണ്? പ്രൊട്ടക്റ്റീവ് സോണിൽ പ്രൊട്ടക്ട് ചെയ്യുന്ന സാധനങ്ങൾ ആ സോണിൽ വരുന്ന കുറച്ച് ഏരിയാസ് ആണ്. ഓക്കെ, then ക്ലീൻ സോൺ, ക്ലീൻ ആയ കുറച്ച് ഏരിയാസ് ഉണ്ട് അല്ലെ. എന്തൊക്കെയാണ്? പ്രീ ഓപ്പറേറ്റിംഗ് റൂം, റിക്കവറി റൂം, പ്ലാസ്റ്റർ റൂം, സ്റ്റാഫ് റൂം, അനസ്തേറ്റിക് സ്റ്റോർ റൂം, എക്സ്റേ യൂണിറ്റ്, ഡാർക്ക് റൂം, ഓട്ടോ പ്രൊസസർ. ഇത്രയും ഏരിയാസ് ആയിരിക്കണം എന്ത്? ക്ലീൻ ആയിരിക്കണം. അതിന് ക്ലീൻ സോണിൽ വരേണ്ടത്. ആൻഡ് സ്റ്റെറൈൽ ആൻഡ് അസെപ്റ്റിക് സോണിൽ വരേണ്ടതോ? ഓപ്പറേറ്റിംഗ് റൂം, സ്ക്രബ് റൂം, അനസ്തീഷ്യ ഇൻഡക്ഷൻ റൂം, ഇൻസ്റ്റന്റ് ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസേഷൻ, ഇൻസ്ട്രുമെന്റ് ട്രോളി ഏരിയ. ഇതൊക്കെ എന്താണ്?
സ്റ്റൈൽ അസെപ്റ്റിക് സോണിൽ വരേണ്ടതാണ്. ആൻഡ് ഡിസ്പോസൽ സോൺ 30 വാഷ് ഡിസ്പോസൽ കോറിഡോർ ജാനിറ്ററി ക്ലോസറ്റ്. ഓക്കെ, ഇതിൽ ജാനിറ്ററി ക്ലോസറ്റ് എന്താണ്? നമ്മൾ അടിക്കാനും തുറക്കാനൊക്കെ യൂസ് ചെയ്യുന്ന കുറച്ച് എക്യുപ്മെന്റ്സ് ഉണ്ടല്ലോ, അതെല്ലാം വെക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഏരിയ ആണ് ജാനിറ്ററി ക്ലോസറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്ന സോണിൽ വരേണ്ടത്. ഇതിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇപ്പോ ചോദിക്കാം, പ്രൊട്ടക്റ്റീവ് സോണിൽ വരുന്ന ഏരിയ ഏതാണ്? താഴെ തന്നിരിക്കുന്നതില് പ്രൊട്ടക്റ്റീവ് സോണിൽ വരുന്ന ഏരിയ ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ 4 ഓപ്ഷൻസ് തരും. ഈ 4 ഓപ്ഷൻസിൽ പ്രൊട്ടക്റ്റീവ് ഏരിയയിൽ വരുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇങ്ങനെയായിരിക്കും എക്സാമിന് വരാൻ. ഓക്കെ, അപ്പൊ ഏരിയാസിൽ ഏതൊക്കെ സോണിൽ ഏതൊക്കെ ഏരിയാസ് വരുന്നുണ്ടെന്ന് നന്നായിട്ട് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ ക്ലിയർ ആയോ? മനസ്സിലായോ? അപ്പൊ ഇന്നത്തെ പോർഷൻസ് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നന്നായിട്ട് പഠിക്കാം. പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ സെന്റൻസ് വെച്ച് വായിച്ച് അതിന്റെ മീനിങ് നോക്കി പഠിക്കരുത്. ഓരോ സെന്റൻസിലല്ല മീനിങ് ഇരിക്കുന്നത്. ഒരു പാരഗ്രാഫ് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു പോയിന്റ് ഫുള്ള് വായിക്കുമ്പോഴാണ് അതിന്റെ മീനിങ് നമുക്ക് കിട്ടുക. അപ്പൊ അങ്ങനെ എപ്പോഴും പഠിക്കാൻ നോക്കാം. നമ്മൾ റിലേറ്റ് ചെയ്ത് പഠിക്കാൻ നോക്കാം, മനസ്സിലാക്കി പഠിക്കാൻ നോക്കാം. അതാണ് കുറച്ചൊരു ഈസി വേ, ഈസി മെത്തേഡ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. പറ്റുവാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പോ ഇതിനെ കുറിച്ച് ഡൗട്ട്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാലോ? നന്നായിട്ട് വായിച്ചു നോക്കാം കേട്ടോ. ക്ലാസ് ഓക്കെ ആണോ? ഞാൻ എഗെയിൻ ചോദിക്കുകയാണ്, ക്ലാസ് ഓക്കെ ആണല്ലോ? നിങ്ങൾ കംഫർട്ടബിൾ ആണല്ലോ? ഓക്കെ, കംഫർട്ടബിൾ ആണ്. അപ്പോ അത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് മോക്ക് ടെസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്യാം. മോക്ക് ടെസ്റ്റ് നാളെ അപ്ലോഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ നാളെ നമുക്ക് ക്ലാസ് ഇല്ല, പൊതുവെ പറയാലോ, ഇൻഫർമേഷൻ തന്നെ വരും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. നമുക്കൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. ലെറ്റ്സ് വൈൻഡ് അപ്പ് ദിസ് ക്ലാസ്. ഓക്കെ, താങ്ക് യു all. See you on the next class. Thank you all. Thank you, ma'am. Thank you, ma'am.